നമ്മൾ ഒരു വട്ടം കൂടി കാണാൻ കൊതിച്ചിരിക്കുകയായിരുന്നു ഈ അതിഥികളെ. മഞ്ജു ചേച്ചി, ഇപ്പോ കരുനാഗപ്പള്ളിക്ക് മുൻപിൽ നമ്മൾ സമ്മാനിച്ചു കഴിഞ്ഞു മൈജി ഫ്യൂച്ചറിന്റെ ഏറ്റവും പുതിയ ഷോറൂം. നമ്മൾ അല്പം മുമ്പ് പറഞ്ഞതുപോലെ കരുനാഗപ്പള്ളിയുടെ ഫ്യൂച്ചർ ഇനി മറ്റൊരു തരത്തിലാകാൻ പോവുകയാണ്. കുറച്ചുകൂടി മറ്റൊരു റേഞ്ച് ആവാൻ പോവുകയാണ് മൈജിയുടെ ഈ ഉദ്ഘാടനത്തോടുകൂടി. എന്താണ് ഉദ്ഘാടന വിശേഷം പങ്കുവയ്ക്കാനുള്ളത്? ഷോറൂമിന്റെ ഉദ്ഘാടനം വളരെ ഭംഗിയായിട്ട് നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നിങ്ങളുടെ സ്വന്തമാണ് ഈ കരുനാഗപ്പള്ളിയിലെ മൈജി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ, നിങ്ങൾക്ക് ഉപകാരമുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കിട്ടും. അത് നേരത്തെ സംസാരിച്ച് ഭംഗിയായിട്ട് വന്നതായിരുന്നു. അപ്പോഴേക്കും മാത്തുക്കുട്ടി എന്റെ ഫ്ലോ കളഞ്ഞു. വലിയ സന്തോഷം. പക്ഷെ ഞങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട്, മഞ്ജേച്ചി മൈക്ക് കയ്യിലെടുത്ത ക്യാമറയ്ക്ക് മുമ്പിൽ വന്നാൽ രണ്ടും പിന്നെ ഒരു ഒഴുക്കുണ്ട്. അതൊന്ന് അഭിനയത്തിന്റെ ഒഴുക്ക്, പിന്നെ വാക് ചാതുരിയുടെ ഒഴുക്ക്. ഈ രണ്ട് കാര്യത്തിൽ ഞങ്ങൾക്കുള്ള വിശ്വാസം കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ആ പരിപാടി രണ്ടായിട്ട് വെച്ചത്. അത് മുറിച്ചതിന്റെ കുറ്റബോധം കൊണ്ട് ഇവിടെയാണ്. യെസ്, കരുനാഗപ്പള്ളി എന്ന് പറയുന്നത് നമ്മൾ അല്പം മുമ്പ് പറയായിരുന്നു, കൊല്ലം ജില്ല എന്ന് പറയുന്നത് മലയാളിക്ക് തന്നെ ഏറെ പ്രിയപ്പെട്ട ഒരുപാട് താരങ്ങളെ സമ്മാനിച്ച ജില്ല കൂടിയാണ്. ഇപ്പൊ അല്പം മുൻപ് കലോത്സവം നടന്ന ജില്ലയാണ്. വലിയൊരു ഫെസ്റ്റിവൽ ആയിരുന്നു നമുക്ക് കലോത്സവം എന്ന് പറയുന്നത്. മമ്മൂക്കയായിരുന്നു അതിന്റെ ഏറ്റവും അവസാനം വന്നത്. അപ്പോൾ കലോത്സവത്തിലൂടെ വന്ന ഒരാളാണ് മഞ്ജു ചേച്ചി. കലോത്സവങ്ങളെ കുറിച്ച്, കൊല്ലം ജില്ലയെ കുറിച്ച്, കൊല്ലത്തെ കലാകാരെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? കലാകാരന്മാർക്ക് അങ്ങനെ ഇന്ന ജില്ല എന്നൊന്നുമില്ല. കലാകാരന്മാർ എവിടെയാണെങ്കിലും സന്തോഷമുള്ളവരും ജനങ്ങൾക്ക് പ്രിയപ്പെട്ടവരുമായിരിക്കും. നമുക്ക് കൊല്ലം ജില്ലയെ കുറിച്ച് പറയുകയാണെങ്കിൽ അല്പം മുമ്പ് ജയൻ എന്ന് പറഞ്ഞ ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ പറഞ്ഞത് എന്റെ അച്ഛനും അമ്മയും വിജയൻ അല്ലെങ്കിൽ ആ ജയൻ എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ ഭയങ്കരമായിട്ട് ജീവിച്ചിരുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ നമ്മൾ ഈ ജില്ലയുമായിട്ട് ബന്ധപ്പെടുത്തിയാലും കലോത്സവമായിട്ട് ബന്ധപ്പെടുത്തിയാലും ഒക്കെ. ഇപ്പോഴും കലയെ സ്നേഹിക്കുന്ന മനസ്സുകളുടെ ഒരു സ്ഥലമാണ് കൊല്ലം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. സത്യം. എപ്പോഴും കൊല്ലത്തെ പല പരിപാടികളിലും ഞാൻ പങ്കെടുത്തിട്ടുമുണ്ട്. അപ്പോഴൊക്കെ എല്ലാ സ്ഥലത്തും കേരളത്തിലുടനീളം അങ്ങനെ തന്നെയാണ്, ഇല്ലാന്ന് പറയാൻ പറ്റില്ല. പക്ഷേ കൊല്ലത്തും ഇതേപോലെയുള്ള വളരെ ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം ജനങ്ങളുടെ ഭാഗത്തു നിന്ന് എനിക്ക് അനുഭവിച്ചറിയാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ഇന്ന് അതേപോലെയുള്ള മറ്റൊരു സന്തോഷമുള്ള അവസരമാണ്. അതിന് മൈജിക്കാണ് നന്ദി പറയേണ്ടത്. മൈജിയോടൊപ്പമുള്ള യാത്ര മഞ്ജേച്ചി വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ്. നമ്മൾ ഒരുപാട് യാത്രകളിൽ ഭാഗമായിട്ടുണ്ട്. എത്രമാത്രം സന്തോഷപ്രദമായിട്ടുള്ള ഒരു യാത്രയിലൂടെയാണ് ഇപ്പോൾ നമ്മൾ കടന്നു പോയിട്ടുള്ളത്. മൈജിയുടെ ഈ ഫ്ലെക്സ് ബോർഡുകളെ കുറിച്ചും അല്ലെങ്കിൽ ടി വിയിലും ഒക്കെ വരുന്ന മൈജിയുടെ പരസ്യങ്ങളെ കുറിച്ചും ഒക്കെ വളരെ സന്തോഷത്തോടെ ആളുകൾ പറയാറുണ്ട്. അപ്പോൾ എനിക്ക് അതിൽ വലിയൊരു സന്തോഷം വരും. നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടനോടൊപ്പം പരസ്യ ചിത്രങ്ങളിൽ അഭിനയിക്കാൻ എനിക്ക് അവസരം തന്നത് മൈജിയാണ്. അപ്പോൾ അതിൻ്റെ വലിയൊരു സന്തോഷമുണ്ട്. പിന്നെ ഇതേപോലെയുള്ള പല പല സ്ഥലങ്ങളിൽ ഒരുപാട് ഷോപ്പ് ഇവിടെ തന്നെയാണെങ്കിലും ഒരു ഷോറൂം ഓൾറെഡി ഇവിടെ ഉണ്ട്. അതിനോടൊപ്പം തന്നെ പുതിയൊരു വലിയ ഷോറൂം നടക്കുകയാണ്. അപ്പോൾ നമ്മുടെ മൈജിയും ഒരു ബ്രാൻഡ് എന്നുള്ള രീതിയിൽ ജനങ്ങളുടെ വിശ്വാസം ഏറ്റുവാങ്ങിക്കൊണ്ട് വളർന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ളതിന് തെളിവാണ്. അത് പിന്നെ ഇവിടെ കൂടിയിരിക്കുന്ന ഈ ഒരു സ്നേഹത്തോടെ കൂടിയിരിക്കുന്ന ഒരു ജനക്കൂട്ടവും അതിന് തെളിവാണ്. അപ്പോൾ അതിനൊക്കെ സാക്ഷിയാവാനും മൈജിയുടെ വളർച്ചയിൽ ഒപ്പം ചേർന്ന് നിൽക്കാൻ സാധിക്കുന്നത് എൻ്റെ ഒരു സന്തോഷം തന്നെയാണ്. നമ്മളിപ്പോ മൈജിയുടെ പരസ്യങ്ങൾ കാണുന്ന സമയത്താണെങ്കിലും മഞ്ജു ചേച്ചി ഒരു ഷോപ്പിലേക്ക് വരുന്ന സമയത്ത് ആളുകൾക്ക് എന്തൊക്കെയാണോ വേണ്ടത് അതെല്ലാം പ്രദാനം ചെയ്യുന്ന ഒരാളെ പോലെ നമുക്ക് മുമ്പിൽ നിൽക്കുകയാണ്. നമുക്ക് ആ പരസ്യം കാണുന്ന സമയത്ത് തന്നെ ഭയങ്കര സന്തോഷം കിട്ടുന്നുണ്ട്. എത്രമാത്രം രസകരമായിട്ടുള്ള സംഭവങ്ങളാണ് മൈജിയുടെ ഭാഗമാണ്. എനിക്ക് പരിചയമുള്ളവർ എൻ്റെ അടുത്ത് വന്ന് പറയുകയാണെങ്കിൽ പോലും ഞാൻ ആദ്യം പറയുന്നത് മൈജി ഷോറൂമിൽ പോയാൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത് സന്തോഷത്തോടെ തിരഞ്ഞെടുക്കാൻ സാധിക്കുമെന്നുള്ളത് ഉറപ്പോടുകൂടി പറയാൻ സാധിക്കാറുണ്ട്. പോയവരും വളരെ തൃപ്തിയുള്ള ഒരു അനുഭവമാണ് പങ്കുവയ്ക്കാറുള്ളത്. ഓക്കെ, താങ്ക് യു മഞ്ജുക്ക് ഒരു വലിയ കൈഡി കൊടുക്കാം. നമുക്ക് മലയാളത്തിന്റെ കണ്ണെഴുതി പൊട്ടും തൊട്ട നായിക നമുക്ക് മുൻപിൽ ഇവിടെ തൊട്ട് നിൽക്കുകയാണ്. എന്തായാലും ഒരുപാട് സന്തോഷം. കണ്ണെഴുതി പൊട്ടും തൊട്ട് മഞ്ജു വാര്യർ ഇവിടെ കരുനാഗപ്പള്ളിക്ക് മുൻപിൽ ഒരു വലിയ കൈഡി. യെസ്, മഞ്ജു വാര്യരും ഗണേഷ് കുമാറും ചേർന്ന് അല്പം മുൻപ് മൈജി ഫ്യൂച്ചറിന്റെ ഏറ്റവും പുതിയ ഷോറൂം ഇവിടെ നമുക്ക് കരുനാഗപ്പള്ളിക്ക് സമ്മാനിച്ചു കഴിഞ്ഞു. സെയിൽസ് ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക്